എന്നെപ്പോലെ സമയമില്ലാത്തവർക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം ഒരു സവാള എടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു വയ്ക്കണം. നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടറോ ഏതെങ്കിലും ഓയിലോ ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ആ ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഓയിലാണ് എടുക്കണമെങ്കിൽ അതും ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് അതിൻ്റെ പുറത്തോട്ടങ്ങ് വയ്ക്കാം. നമ്മളിപ്പോൾ 3 ബ്രെഡ് ഇങ്ങനെ പാനിലെടുത്ത് അടുക്കി വയ്ക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. സമയമില്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം. അതിപ്പോൾ ബട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിലും കുറച്ച് നേരം ഒന്ന് ചൂടാക്കി ഒന്ന് മുരിച്ചെടുക്കണം. എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം. നമ്മൾ ആ ബ്രെഡ് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ബട്ടറൊക്കെ നല്ലപോലെ ബ്രെഡിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട വേണം, ഉപ്പ് വേണം, ഓയിൽ വേണം, പിന്നെ നമ്മൾ ആ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച സവാള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടിട്ട് ബ്രെഡ് ഏകദേശം നല്ല പരുവായിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്രെഡിനെ ഒന്നെടുത്ത് മാറ്റാം. നോക്കി രണ്ട് സൈഡ് നല്ലപോലെ വന്നിട്ടുണ്ട്. ഒരുപാട് മുരിക്കില്ല, എന്നാൽ കരിഞ്ഞു പോകും. നമുക്ക് കുറച്ച് മുരിച്ചെടുത്താൽ മതി. ഇനി നമുക്കിനി അങ്ങോട്ട് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓംലെറ്റ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നേരെ ഒരു മുട്ട എടുക്കണം. മുട്ട എടുത്ത് പൊട്ടിച്ച് ഇനി നമുക്ക് അതിനോട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കണം സവാള ആഡ് ചെയ്യണം. നമ്മൾ സവാള ആഡ് ചെയ്ത ശേഷം ഇനി നമ്മൾ അടുത്ത ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. ഉപ്പിടാൻ മറക്കല്ല്, എന്നാൽ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ച ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒഴിച്ച് ഒന്ന് നമ്മൾ സാധാരണ ഓംലെറ്റ് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മളിനി അടുത്ത പരിപാടി. അപ്പം നമ്മൾ നല്ല ഓയിലൊക്കെ ഒഴിച്ച് നമ്മളിപ്പോൾ കലക്കി വെച്ചേക്കണ മുട്ട ആ പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സവാളയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഓവറായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവാത്തത്. അപ്പം നമ്മളൊരു തവി വെച്ച് ഇങ്ങനെ നല്ലതായിട്ട് പരത്തി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നിറച്ച് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് ഇടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഈ ഓംലെറ്റിൻ്റെ കൂടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിൽ നമ്മൾ ഓംലെറ്റ് ഇപ്പോൾ സെറ്റാവും. നമ്മൾ ഓംലെറ്റ് സെറ്റായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ബ്രെഡിനെ നേരെ ഇതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് വയ്ക്കുക, അങ്ങോട്ട് ബെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഓംലെറ്റ് അങ്ങോട്ട് മടക്കി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ബ്രെഡ് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ 2 ബ്രെഡ് വയ്ക്കാം. അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാം. നമ്മൾ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഏകദേശം നല്ല രീതിയിൽ ഫുള്ളാവും. നമുക്കിനി വേറൊരു സാധനം കഴിക്കേണ്ടി വരില്ല. മാക്സിമം നമ്മൾ രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാവരും അങ്ങനെ കഴിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോൾ തന്നെ രാത്രിത്തെ ഫുഡും കഴിക്കണം. നമ്മൾ വളരെ കുറച്ച് കഴിച്ചാൽ മതി, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം. ഇപ്പോൾ രാവിലെ മുട്ട കഴിക്കുന്നതൊക്കെ നല്ല ഹെൽത്തിയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ മുട്ട കഴിക്കണം. സ്കൂളിൽ പോകുന്നതല്ല, എല്ലാ പ്രായത്തിലുള്ളവരും ഡെയിലി ഒരു 3 മുട്ടയെങ്കിലും കഴിക്കണം. മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എല്ലാവരും ഓരോ മുട്ടയെങ്കിലും ഡെയിലി കഴിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഈ ഓംലെറ്റിൻ്റെ പുറത്ത് ഒരു ചീസിൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ട് 2 ബ്രെഡാണ് ഞാൻ വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം. നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ, ഇപ്പം തക്കാളി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് വെക്കാം, ക്യാപ്സിക്കം വെക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ. അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഒരു ബ്രെഡ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഇപ്പം എല്ലാവരും രാവിലെ എണീറ്റ് ദോശയോ ഇഡ്ഡലിയോ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി.
ഇപ്പം ഞാൻ ദേ എൻ്റെ സാധനം സെറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ്. എനിക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഉപ്പെല്ലാം കറക്റ്റാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല, അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരുപാട് സമയം പോകുന്നൊക്കെ വിചാരിക്കുന്നവർ ഇതുപോലെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ പാലോ അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം.